ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ 2026 SSC GD എക്സാംസിന്റെ ഒഫീഷ്യൽ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈം പീരീഡിലാണ് നടക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും എല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഒരുപാട് പേര് ഏറ്റവും അധികം ആസ്പിറൻസ് എഴുതാൻ പോകുന്ന SSC എക്സാംസിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു GD എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ 2026 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത്തവണത്തെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് നിങ്ങൾക്ക് ഇത്തവണത്തെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഏപ്രിൽ 27 27 ഏപ്രിലിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ഈ വരാൻ പോകുന്നത് ഇപ്പോഴത്തെ 2026 SSC GD എക്സാംസിന്റെ എക്സാം നടക്കാൻ പോകുന്നത് 2026 കേട്ടോ. 2026 ഏപ്രിൽ 27 മെയ് 2026 വരെയാണ് എക്സാംസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഏപ്രിൽ 27 ടു മെയ് ലാസ്റ്റ് വരെയാണ് നിങ്ങൾക്ക് എന്ത് വരിക, എക്സാംസ് വരിക. ഓക്കെ, അപ്പൊ ഇത് പൊതുവെ 4 ഫേസ് ആയിട്ടാണ് അല്ലെങ്കിൽ 4 വിൻഡോസ് ആയിട്ടാണ് നിങ്ങൾക്ക് എക്സാം നടക്കുക. 4 വിൻഡോസ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് എന്താണ്, ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഏപ്രിൽ 27 മുതൽ 2 മെയ് വരെയാണ് ഫസ്റ്റ് വിൻഡോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാം നടക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് 27 ഏപ്രിൽ ടു 2 മെയ് വരെയാണ്. ആൻഡ് മെയ് 4 മുതൽ മെയ് 9 വരെയാണ് സെക്കൻഡ് വിൻഡോ വരുന്നത്. ഓക്കെ, മെയ് 4 മുതൽ മെയ് 9 വരെയാണ് സെക്കൻഡ് വിൻഡോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ആൻഡ് അടുത്ത നിങ്ങൾക്ക് ഒരു 9 ഡേയ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. മെയ് 18 ടു 23 മെയ് വരെയാണ് നിങ്ങൾക്ക് തേർഡ് വീക്ക്. ഓക്കെ, തേർഡ് വീക്ക് വരുന്നത് മെയ് 18 ടു 23 മെയ് വരെയാണ്. ആൻഡ് ലാസ്റ്റ് ഫേസ് നിങ്ങൾക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലേ 13 മെയ്, അതായത് ഏപ്രിൽ ലാസ്റ്റ് തുടങ്ങിയിട്ട് മെയ് ലാസ്റ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 25 മെയ് ടു 13 മെയ് വരെയാണ് നിങ്ങൾക്ക് എന്ത് വരിക, വീക്ക് 4 അല്ലെങ്കിൽ 4th വിൻഡോ നിങ്ങൾക്ക് അവിടെ എക്സാം വിൻഡോ അവിടെ വരിക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം, ഈ വിൻഡോസ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞാലേ പ്രിഫറൻസ് ഓർഡർ എന്ത് ചെയ്യാനുണ്ട്, സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ഇത് നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ആ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, എക്സാമിനേഷൻ വീക്ക് പ്രിഫറൻസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 11th ഏപ്രിൽ അല്ലെ. ഏപ്രിൽ 11 വൈകിട്ട് 5 മണി മുതൽ 15th ഏപ്രിൽ ഏപ്രിൽ 15 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാമിനേഷൻ വീക്ക് അല്ലെ, വീക്ക് പ്രിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഡേറ്റ്സ് നിങ്ങൾ എപ്പോഴും ആലോചിക്കാം. ഓക്കെ, ഏപ്രിൽ 27 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 27 എന്ത് ചെയ്യും, എക്സാം സ്റ്റാർട്ട് ചെയ്യും. എന്ന് വരെയാണ് എക്സാം വരുന്നത്, എക്സാം നിങ്ങൾക്ക് വരുന്നത് മെയ് 13 വരെയാണ് അല്ലെ. മെയ് 13 വരെ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, എക്സാം വരുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ വീക്ക് പ്രിഫറൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം 11th ഏപ്രിൽ 11 ടു ഏപ്രിൽ 15 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ എക്സാം വീക്കിന്റെ വിൻഡോ ഏതാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു എക്സാം ആണ്. സോ നിങ്ങളുടെ ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻസ് ഇനി ഇത്ര ദിവസം എന്ന് പറയുമ്പോൾ ആകെ എത്രയേ വരുന്നുള്ളൂ, ലാസ്റ്റ് ഒരു 15 ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുള്ളൂ അല്ലെ. അപ്പൊ അതിനകത്ത് മാക്സിമം നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത ടൈമാണ്. സോ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് റിവൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ടൈമും കൂടിയാണ് അല്ലെ. സോ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് എപ്പോഴും എല്ലാവർക്കും നല്ലോണം പെർഫോം ചെയ്യാനായിട്ട് പറ്റണം. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തവണത്തെ എക്സാം എഴുതാൻ പറ്റാത്ത ഏതെങ്കിലും ആസ്പിറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നെക്സ്റ്റ് ഇയറിലും ഏകദേശം ഈ ടൈം ആവുമ്പോൾ എന്ത് വരും, നമുക്ക് അടുത്ത SSC GDയുടെ എക്സാംസ് നമുക്ക് നടക്കും അല്ലെ. സോ ഈ ഇയറിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പകുതിക്ക് വെച്ചെങ്കിലും നിർത്തേണ്ടിയൊക്കെ വന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് റൗണ്ടിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്തവരാണ്, പക്ഷേ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള SSC GD എക്സാംസിന് വേണ്ടിയിട്ടുള്ള, അതായത് 2027 നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലോങ് ടേം ബാച്ച്, SSC GDയുടെ ലോങ് ടേം ബാച്ച് നമ്മൾ ACB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എഫക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ്. എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ഈ വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം നെക്സ്റ്റ് ഇയറിൽ നടക്കുന്ന GD എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിലുള്ള ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ്, അതിന്റെ ക്ലാസ്സുകൾ, PDF നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആയിരിക്കും. അത് ഓരോ ദിവസവും എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ള കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് തന്നിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും. സോ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് നമുക്കറിയാം, ഇനി നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് കറണ്ട് അഫേഴ്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ കറണ്ട് അഫേഴ്സിന്റെ സ്പെഷ്യൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് എക്സാം ബേസ് നമുക്ക് PYQ ബേസ് റിവിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മോക്ക് ടെസ്റ്റ് റെഗുലർ ബേസിസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, റെഗുലർ ബേസിസിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്കൊരു സെൽഫ് അനാലിസിസ് നടത്താം, ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അത്രയും ക്വസ്റ്റ്യൻസ് ഈ മോക്ക് ടെസ്റ്റുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും, ആൻഡ് വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ട്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ്. സോ വരാൻ പോകുന്ന SSC GD എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്ന എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ബാച്ചിലേക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാനായിട്ട് ടൈം ഇല്ല. കാരണം മാക്സിമം ഒരു 2 വീക്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. റിവിഷൻ കണ്ടക്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ PYQസും അല്ലാതെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് വരുന്ന ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളെ റിവിഷൻസ് കണ്ടക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. സോ റിവിഷന്റെ എല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനൽ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ, സീ യു, ഓൾ ദ ബെസ്റ്റ്.